നമസ്കാരം. ബോധിയുടെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും 7 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തെ 4 ചാപ്റ്റർ എന്ന് പറയുന്നത് ഒന്നാമത്തെ പുസ്തകത്തിലും അടുത്ത 3 ചാപ്റ്റർ എന്ന് പറയുന്നത് അടുത്ത പാഠപുസ്തകത്തിലുമായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതില് ആദ്യത്തെ 7 പാഠഭാഗങ്ങളിൽ ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ്, അല്ലെങ്കിൽ വൈദ്യുതിയെ പറ്റിയാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ വൈദ്യുതിയെ പറ്റി പഠിച്ചു അല്ലേ? അതുപോലെ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയെ പറ്റി പഠിച്ചു. ഇപ്പൊ 10th 7 പാഠഭാഗങ്ങളിൽ 3 പാഠഭാഗങ്ങളും വൈദ്യുതിയെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രിസിറ്റിക്ക് ഇത്രയധികം പ്രാധാന്യം? നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് രൂപത്തിലേക്കും മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല ഊർജ്ജ രൂപം ഇലക്ട്രിസിറ്റിയാണ്. ഇതുപോലൊരു ഊർജ്ജ രൂപം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിസിറ്റിക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരിയാണോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഒരു ഊർജ്ജ രൂപവും കുറച്ച് സമയത്തേക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല. അതൊരു പക്ഷേ നമുക്കൊരു ബാറ്ററിയിൽ നിന്നാവാം, ഒരു സെല്ലിൽ നിന്നാവാം, അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആവാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ആവാം. ഇങ്ങനെയുള്ള ഒരു എനർജി സോഴ്സും ഇല്ലാന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, 1 മണിക്കൂറിൽ ഉണ്ടാകുന്ന, ലോകമെമ്പാടും ഉണ്ടാകുന്ന മരണം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. എങ്ങനെ? ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പെട്ടെന്ന് എല്ലായിടവും ഇരുട്ടാവും, അല്ലെങ്കിൽ ഡാർക്ക് ആകും എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ല എന്നൊരു അവസ്ഥയല്ല. മറിച്ച് ഇപ്പോൾ പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ, അതൊരു പക്ഷേ 2 രാജ്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, ഒരു രാജ്യവും അതിന്റെ സ്റ്റേറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, ചിലപ്പോൾ ആ സ്റ്റേറ്റും അതിന്റെ ഡിസ്ട്രിക്ട് ലെവലിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, അതുമല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനും സാധ്യമാകില്ല വൈദ്യുതി ഇല്ലെങ്കിൽ. എന്താണ് പ്രശ്നം? പണ്ടുകാലത്ത് മുഗൾ എംപയർ ആയിരുന്ന ഔറംഗസീബിന് ഒരു പാൻ ഇന്ത്യൻ എംപയർ ആകാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ഒരു ഹ്യൂജ് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് പാൻ ഇന്ത്യൻ എംപയർ ആവാൻ പറ്റാതെ പോയി അല്ലേ? അപ്പോൾ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്രാധാന്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോ നമുക്കൊരു കാർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഗ്നിഷൻ വേണം, ശരിയല്ലേ? അപ്പോ ആ ഒരു ഇഗ്നിഷൻ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരാൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, അയാളെ നമുക്ക് ആംബുലൻസിൽ എന്ത് ചെയ്യണം? നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെയുള്ള ഒരു വാഹനങ്ങളും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ പറ്റില്ല. ഒരുപക്ഷെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചു എന്നിരിക്കട്ടെ, അവിടുത്തെ പല സർജിക്കൽ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? ഇലക്ട്രിസിറ്റിയിലാണ്, വൈദ്യുതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇലക്ട്രിസിറ്റിയുടെ ഒരു എനർജി സോഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ ഉണ്ടാകുന്ന മരണം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോ ഇലക്ട്രിസിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാം ഇല്ലേ? എന്തിന്? നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇല്ലേ, അതിന്റെ ടവർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം, ശരിയല്ലേ? മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. അപ്പോ ഈ ഇലക്ട്രിസിറ്റിയുടെ പിതാവെന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡേ ആണ്. പക്ഷെ നമുക്കറിയാം, മൈക്കിൾ ഫാരഡേക്ക് മുന്നേ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രിസിറ്റിയുടെ കഥ എന്ന് പറയുന്നത് ഏകദേശം ഒരു 100-300 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ കഥയാണ്. നമുക്ക് ഈ പാഠഭാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ 3 ചാപ്റ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് ആ കഥയിലൂടെ നമ്മുടെ ഈ 3 പാഠഭാഗങ്ങളും പഠിക്കാം. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 3 പാഠഭാഗങ്ങളിൽ ആദ്യ ചാപ്റ്റർ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററാണ്. ആ പാഠത്തിന്റെ പേരിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. എന്തുകൊണ്ട് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് കൊടുത്തില്ല? അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഫലങ്ങൾ എന്ന് കൊടുത്താൽ പോരായിരുന്നു? അല്ല, അതിന് കാരണം
ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി. രണ്ടാമത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാവൈദ്യുതി. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് ഓർ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് വാട്ട്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോണുകളുടെ കൈമാറ്റം മൂലം ലഭ്യമാകുന്ന വൈദ്യുതിയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ഥിത വൈദ്യുതി എന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു, ഇലക്ട്രിസിറ്റിയുടെ കഥ തുടങ്ങുന്നത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുന്നെയാണ്, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. എന്നാൽ അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം BC 500-ൽ തെയിൽസ് എന്നൊരു ഗ്രീക്ക് തത്വചിന്തകനാണ് ഇലക്ട്രിസിറ്റിയെ പറ്റി ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. പക്ഷേ അത് ഇലക്ട്രിസിറ്റി ആണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടുത്തെ കുട്ടികൾ ആമ്പർക്കല്ല് ഉപയോഗിച്ച് കളിക്കുമായിരുന്നു. അതൊരു മരത്തിൻ്റെ കറയാണ്, ഉണങ്ങിയിട്ട് കല്ല് പോലെ കട്ടിയാവും. കുട്ടികൾ ഇത് ഉരസിയിട്ട് ഭാരം കുറഞ്ഞ വസ്തുക്കളുടെ അടുത്തേക്ക് വയ്ക്കുമ്പോൾ ഇത് ആകർഷിക്കുന്നതായിട്ട് തെയിൽസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിൽക്കാലത്ത് വില്യം ഗിൽബർട്ട് തൻ്റെ ഡി മാഗ്നറ്റെ എന്നൊരു പുസ്തകത്തിൽ ഇതിന് കാരണം ഇലക്ട്രിസിറ്റി ആണെന്നും ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും 2 പ്രോപ്പർട്ടിയാണെന്നും പറഞ്ഞു വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോഴേക്കും വൈദ്യുതി എന്ന് പറയുന്നത് ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമായി മാറിക്കഴിഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ഇതിനെ ഉപയോഗിച്ചത് അന്നത്തെ മജീഷ്യന്മാരാണ്. സ്റ്റീഫൻ ഗ്രേ തൻ്റെ പരീക്ഷണത്തിൽ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തന്നെ ഇലക്ട്രിക് ചാർജ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ഥിതവൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്യാമെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കൈ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കണ്ടെത്തി. അതുപോലെ അങ്ങനെ ചാർജ് ചെയ്ത ഒരാൾ ഒരു മെറ്റലിൽ തൊടുകയാണെങ്കിൽ അവിടെ സ്പാർക്ക് ഉണ്ടാവും. തൻ്റെ ഈ കണ്ടെത്തലിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന വസ്തുക്കളുണ്ടെന്നും അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളുണ്ടെന്നും പറയാൻ സ്റ്റീഫൻ ഗ്രേക്ക് സാധിച്ചു. അവിടെ അദ്ദേഹം ഇൻസുലേറ്റർ എന്നും കണ്ടക്ടർ എന്നും 2 വിഭാഗങ്ങളായി വസ്തുക്കളെ അദ്ദേഹം തരംതിരിച്ചു. എന്താണ് ഇൻസുലേറ്റർ, എന്താണ് കണ്ടക്ടർ? നമുക്കറിയാം, ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ സബ്സ്റ്റൻസ് ഓർ ദ മെറ്റീരിയൽ വിച്ച് അലോ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് വാട്ട്? കണ്ടക്ടർ. ഒരു വസ്തു ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ അനുവദിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകമെന്ന് വിളിക്കാം. അതുപോലെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കുചാലകം അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് വിളിക്കുക. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എല്ലാ മെറ്റൽസും നല്ല ചാലകങ്ങളാണ്, അല്ലേ? ഗോൾഡ് അല്ലെങ്കിൽ സ്വർണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ചാലകമാണ്, അല്ലെ? ഏറ്റവും നല്ല ചാലകം എന്നല്ല, നല്ലൊരു ചാലകമാണ്. അതുപോലെ ഇൻസുലേറ്ററിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പ്ലാസ്റ്റിക് ആണ്. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാവൈദ്യുതി? പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പറയുന്നത് അലക്സാണ്ടർ വോൾട്ട എന്നൊരു സയൻറ്റിസ്റ്റാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. അലക്സാണ്ടർ വോൾട്ടയുടെ ബഹുമാനാർത്ഥമാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നമ്മൾ വോൾട്ട് എന്നുള്ള യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഇലക്ട്രിസിറ്റി ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തതെന്ന് പറയാം. എങ്ങനെ? കോപ്പറും മെറ്റൽ സ്പൂണും ചേർത്ത് വച്ചിട്ട് തൻ്റെ നാക്കിൻ്റെ തുമ്പിൽ വയ്ക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് അറിയാനായിട്ട് വോൾട്ടയ്ക്ക് സാധിച്ചു. അതിൽ നിന്ന് അദ്ദേഹം ആലോചിച്ചത് 2 വ്യത്യസ്ത മെറ്റലുകളെ ശ്രേണി രീതിയിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യമായിട്ടൊരു ബാറ്ററി കണ്ടെത്തുന്നത് അലക്സാണ്ടർ വോൾട്ടയാണ്. ശരിക്കും ഇത് ഒരു വിപ്ലവം തന്നെയായിരുന്നു. സയൻസ് എന്നത് 2 ശാസ്ത്ര ശാഖകളായിട്ട് തിരിഞ്ഞു, 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞു, ഫിസിക്സ് എന്നും കെമിസ്ട്രി എന്നും. അതുപോലെ ഇൻഡസ്ട്രി എന്നത് മോഡേൺ ഇൻഡസ്ട്രി ആയിട്ട് മാറി. അതുവരെ കണ്ടെത്തിയിട്ടുള്ള ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ അലക്സാണ്ടർ വോൾട്ടയ്ക്ക് സാധിച്ചു. എങ്ങനെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി? ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓഫ് എ കണ്ടക്ടർ ഈസ് നോൺ ആസ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഒരു ചാലകത്തിൻ്റെ ഒരഗ്രത്തിൽ നിന്ന് മറ്റൊരഗ്രത്തിലേക്ക് സ്ഥിരമായി ഇലക്ട്രോണുകളുടെ പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ധാരാവൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുക. നമ്മുടെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ്.
കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ എഫക്ട്സിനെ പറ്റിയാണ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, അല്ലെ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു എനർജി സോഴ്സാണ്, ഒരു ഊർജ്ജ രൂപമാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാനത് അവിടെ ഒരു ബൾബാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രകാശമാണ്. അതേസമയത്ത് ഹീറ്റർ ആണെങ്കിൽ അവിടെ കിട്ടുന്ന ചൂടാണ് അല്ലെങ്കിൽ താപമാണ്, അല്ലേ? അതുപോലെ ഞാൻ ഫാനാണ് വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് അതൊരു മെക്കാനിക്കൽ എനർജിയാണ് അവിടെ ഉണ്ടാവുക, അത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഒരു ഊർജ്ജ രൂപത്തിന് എങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും? അതെ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജ രൂപം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഊർജ്ജ രൂപം ഇലക്ട്രിസിറ്റി ആണെന്നും ഞാൻ പറയാൻ കാരണം അതാണ്. ഒരു വസ്തു കറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതിനെ ചലിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് മെക്കാനിക്കൽ എനർജി എന്നാണ്. നേരത്തെ നമുക്ക് കാണാൻ സാധിച്ചു, സ്റ്റീഫൻ ഗ്രേക്ക് തൻ്റെ കൈ ഉപയോഗിച്ച് മറ്റ് വസ്തുക്കളെ ചലിപ്പിക്കാൻ സാധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും, അതിനെ ചലിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ടൊരു ഇലക്ട്രിക് ബൾബ് കണ്ടെത്തുന്നത് ഹംഫ്രി ഡേവിയാണ്, ആർക്ക് ലാമ്പ് കണ്ടെത്തുന്നത് ഹംഫ്രി ഡേവിയാണ്. പക്ഷേ ഇലക്ട്രിക് ബൾബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ ആണ്. അതുപോട്ടെ, അതുപോലെ വൈദ്യുതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രകാശം തരാനായിട്ട് സാധിക്കും, ലൈറ്റ് എനർജി തരാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ. അതുപോലെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു അയൺ ബോക്സ് ആണ് അല്ലെങ്കിൽ ഒരു ഹീറ്റർ ആണെങ്കിൽ അവിടെ കിട്ടുന്നത് ഹീറ്റാണ്, അല്ലേ? അപ്പോൾ എനിക്ക് ഇലക്ട്രിസിറ്റി എനിക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ എന്തൊക്കെ വ്യത്യസ്ത ഊർജ്ജ രൂപങ്ങളാണ് ഇലക്ട്രിസിറ്റിക്ക് തരാൻ സാധിക്കുക? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തിട്ട് അത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യോർജ്ജം എന്ന് പറയുന്നത് ഏത് ഊർജ്ജ രൂപത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2 മാർക്കിനോ മറ്റോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രിക് മോട്ടോറാണ്, അല്ലേ? നമ്മുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ. അതാണെങ്കിലോ തീർച്ചയായിട്ടും അവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്, ഇലക്ട്രിക്കൽ എനർജിയെ എന്തായിട്ട് മാറ്റുകയാണ് ചെയ്യുക? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക, അല്ലേ? അതുപോലെ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റർ ആണെങ്കിൽ എന്തെന്ന് ഞാൻ പറഞ്ഞു, വൈദ്യോർജ്ജം എന്ന് പറയുന്നത് താപോർജ്ജമായിട്ട് മാറുകയാണ്, ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനം അല്ലെങ്കിൽ ഊർജ്ജ രൂപം എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കൊരു മൊബൈൽ ഫോൺ ഞാൻ ചാർജ് ചെയ്യുകയാണ്. ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഏത് ഊർജ്ജ രൂപമായിട്ടാണ് മാറുക? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മൊബൈൽ ഫോൺ ഞാൻ ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ വൈദ്യുതോർജ്ജം എന്നത് രാസോർജ്ജമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് രാസോർജ്ജമാണ്, അല്ലെങ്കിൽ ബാറ്ററിയിൽ നമ്മൾ ചെയ്യുന്നത് രാസോർജ്ജമാണ്. അപ്പോൾ അതിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? വൈദ്യോർജ്ജം എന്തായിട്ട് മാറുകയാണ്? രാസോർജ്ജമായിട്ട് മാറുകയാണ്. ഇനി വെറുതെ ചോദിക്കുകയാണ് മൊബൈൽ ഫോൺ എന്ന് ചോദിച്ചാലോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവിടെ ബാറ്ററിയിൽ ഓൾറെഡി എന്ത് ചെയ്തു? നമ്മൾ രാസോർജ്ജമുണ്ട്. ആ രാസോർജ്ജത്തിനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുക? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അത് തെറ്റിപ്പോകരുത്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് വൈദ്യോർജ്ജം എന്തായിട്ട് മാറും? രാസോർജ്ജമായിട്ട് മാറും. നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് രാസോർജ്ജം എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായിട്ട് മാറും. ഇനി വാഹനങ്ങളിൽ എന്തുണ്ട്? ഈ പറഞ്ഞ പോലെ ബാറ്ററി ഉണ്ട് അല്ലെങ്കിൽ സെല്ലുണ്ട്, അല്ലേ? നമ്മൾ കീ ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഒരു ഇഗ്നീഷൻ കൊടുക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് സംഭവിക്കുക? അവിടെ ഓൾറെഡി ബാറ്ററിയിൽ രാസോർജ്ജമുണ്ട്, ഇല്ലേ? ഞാൻ എന്ത് ചെയ്യും? ആ കീ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? അത് രാസോർജ്ജം എന്തായിട്ട് മാറി? വൈദ്യുതോർജ്ജമായിട്ട് മാറി. അല്ലെങ്കിൽ കെമിക്കൽ എനർജി എന്തായിട്ട് മാറി? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. നമ്മുടെ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. അതിന് ആൻസർ എഴുതിയിട്ട് നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ ഇതിന് ആൻസർ എഴുതുക.